എന്താ ഇങ്ങനെ? എന്റെ വഴി എന്റെ അവകാശമാണ്. പ്ലീസ് മൂവ് ഔട്ട്. പോലീസ് എന്തിനാ നിൽക്കുന്ന? ക്ലിയർ മൈ വേ പ്ലീസ്. ആസ്ക് ടു മൂവ് ബാക്ക്. ആസ്ക് ടു മൂവ് ബാക്ക്. സൗകര്യമില്ല പറയാൻ. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങളോട് പറയാൻ സൗകര്യമില്ല. മാധ്യമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ. സൗകര്യമല്ല പറയാൻ. ആളാവാൻ വരരുത്. എന്റെ അടുത്ത് ആളാവാൻ വരരുത്. ആളാവാൻ വരുന്നില്ല. ആളായവർ പറഞ്ഞാൽ മതി. ആരോപണങ്ങളുടെ പുറത്തുവന്ന രേഖകളുടെ മറുപടി, അതും മാധ്യമപ്രവർത്തകരോട് വേണ്ട. അങ്ങയെ ആളാക്കിയ അങ്ങ് തന്നെ പ്രജകളെന്ന് വിശേഷിപ്പിക്കുന്ന വോട്ടർമാരോട് മതി. സാർ നമസ്കാരം. തൃശ്ശൂരിൽ വലിയ ആരോപണമാണുള്ളത് സാർ. താങ്കളുടെ ഡ്രൈവർ ഉൾപ്പെടെ വോട്ട് കള്ളവോട്ട് ചേർത്തു എന്ന് പറയുന്നു സാർ. ഒന്നും പരിഹരിക്കാനില്ല സാർ. വ്യാപകമായി RSS നേതാവ് ഷാജി കെയാറും വ്യാജ വോട്ട് ചേർത്തു എന്ന് ആരോപണം സാർ. യാതൊരു പ്രതികരണമില്ലേ? ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ഒരു വിഷയത്തിലാണ് സാർ. സാർ ഒന്നും പറയാനില്ലേ? സാർ വലിയ ആരോപണമാണ് സാർ. യാതൊന്നും മിണ്ടാതെ, ചോദ്യങ്ങളോട് യാതൊന്നും പ്രതികരിക്കാതെ സുരേഷ് ഗോപി പാർലമെന്റിലേക്ക് പോയിരിക്കുകയാണ്. കാണാനില്ലെന്ന് പറഞ്ഞ ആളെ കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇഷ്ടമുള്ളതിന് മാത്രം മറുപടി പറഞ്ഞാണ് ശീലം. ഇവിടെയും മിണ്ടാട്ടമാണ്. രാഹുൽ ഗാന്ധിയുടെ ആറ്റം ബോംബ് ഇപ്പോഴാണ് കേരളത്തിൽ പൊട്ടിവരുന്നത്. വലിയ തിരിമറികളുടെയും അട്ടിമറികളുടെയും വിവരങ്ങൾ പുറത്തുവരുന്നു. ഏറ്റവും ഒടുവിൽ തൃശൂരിലെ MP സുരേഷ് ഗോപിയുടെ സഹോദരന്റെ ഇരട്ട വോട്ട് വിവരങ്ങളാണ് പുറത്തുവന്നത്. കൊല്ലത്ത് കുടുംബ വീട് ലക്ഷ്മി വിലാസത്തിന്റെ പേരിൽ വോട്ട്. ഇരവിപുരം മണ്ഡലത്തിൽ ഭാര്യ റാണി സുഭാഷിനുമുണ്ട് ഇരട്ട വോട്ട്. വോട്ട് ചെയ്തത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ്. കുമ്പിടിയാണ് സാറേ, കുമ്പിടി എന്ന് മാത്രം പറയേണ്ടി വരും തൽക്കാലം.